ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നോമ്പെറുക്കാനിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈസി ആയിട്ടുള്ള ചിക്കൻ ബോക്സ് റെസിപ്പിയാണ്, സ്നാക്ക് റെസിപ്പിയാണ്. ഇത് നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് ഇട്ടെടുക്കുന്നത്. പിന്നെ ചിക്കനിലും ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചത് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഇതിൻ്റെ കളറെല്ലാം ഒന്നിങ്ങനെ ചേഞ്ചായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതുവരെ ഉപ്പൊന്നും ഇട്ടിക്കില്ലേന് എനിക്കൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഇത്ര പൊടികളാണ് ഇട്ടെടുക്കുന്നത്. ഇതിൻ്റെയൊന്നും കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ പറയുന്നില്ല, കാരണം ഞാനൊരു ഏകദേശം ഒരു അളവിൽ അങ്ങനെ ഇട്ടെടുക്കലാണ് കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത് അങ്ങനെ ഇട്ടെടുക്കലാണ്, അതിനെക്കൊണ്ടാണ് കറക്റ്റ് അളവൊന്നും പറയാത്തത്. പിന്നെ നമ്മൾ ഗരം മസാല കുറച്ച് അധികം തന്നെ ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ പച്ച മണലൊന്ന് പോയിക്കുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കാനു. ഇത് വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു അരക്കഷ്ണം ഉള്ളി നീളത്തിൽ കട്ടാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു വെജിറ്റബിളും ഈ ഒരു ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഈ വെജിറ്റബിളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടിയിട്ട് വരണം, ഒന്ന് നന്നായി കുഴഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിലാവുന്നവരെ നമ്മളൊന്ന് ഇളക്കിയിട്ട് ഇതൊന്നിങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കുക. അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വാടിക്കിട്ടും കേട്ടോ. ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടിക്കിട്ടും. അങ്ങനെ വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസാണ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും ഒഴിച്ച് എനിക്കുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളെ മൈദപ്പൊടിയില്ലേ അതാണ് ഇട്ടുകൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. കാരണം ആ മൈദപ്പൊടീൻ്റെ ആ ഒരു പച്ച ഇതെല്ലാം പോകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണം. മൈദപ്പൊടി ഒന്ന് വേവണം. ആ ഒരു ടൈം വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് മൈദപ്പൊടി ഒന്ന് വെന്തെന്ന് ഇങ്ങനെ മനസ്സിലാവുകയാണെങ്കിൽ പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ഒഴിച്ചെടുക്കുന്നത്. നമ്മൾ ഈ ഒരു മസാല എന്ന് പറയുന്നത് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു മസാലയാണ്. അപ്പം അതിലേക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു ക്രീമി പരുവം ആവുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കലാണ്. മൈദപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മസാലയായി കിട്ടും. ഇനിയിപ്പോൾ ക്രീമി പരുവം ആയിക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ലാസ്റ്റ് ഒന്ന് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കലാണ് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് നല്ല ഇതിൽ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫാക്കി കൊടുത്തേക്കേനെ. ഇനി ഈ ഒരു സ്നാക്സിന് നമുക്ക് മൈദപ്പൊടീൻ്റെ പശ ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കലാണ്. അപ്പം മൈദപ്പൊടി പശ റെഡിയാവും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സമൂസ ഷീറ്റാണ് ഒരു സ്നാക്സിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു കാണുന്ന രീതിക്ക് 2 സമൂസ ഷീറ്റ് വെച്ചിട്ട് ഒരു സമൂസ ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ആ പശയല്ലേ മൈദപ്പൊടി പശ അത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറ്റേ ഷീറ്റും കൂടി വെച്ചിട്ട് ഈ ഒരു രീതിക്ക് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല നമ്മൾ ഈ ഒരു മൈദപ്പൊടി പശ ഒന്നിങ്ങനെ തേച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല അല്ലേ അത് ഇട്ടെടുക്കുക. എന്നിട്ട് ഇത് ഓരോരോ ഷീറ്റിലും നമ്മളിങ്ങനെ മടക്കും തോറും ഈ മൈദപ്പൊടീൻ്റെ ഈ ഒരു ഗമ്മ് തേച്ചെടുക്കണം. ഇങ്ങനെ തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഇങ്ങനെ പറ്റി പിടിച്ചോളൂ കേട്ടോ. നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് തേച്ചെടുത്തിട്ട് എല്ലാ ഭാഗവും ഈ ഒരു രീതിക്കൊന്ന് മടക്കിയിട്ടെടുക്കലാണ്.
മൈദപ്പൊടീൻ്റെ ആ ഒരു ഗം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തേച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പം അത് അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അതിങ്ങനെ എന്താ പറയുക വിട്ട് വരില്ല. അപ്പം നല്ല രീതിക്ക് തന്നെ പശ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക. ഇതിപ്പം ഞാനിതാ 4 സൈഡും ഒന്ന് ഇതേപോലെ എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു ബോക്സ് ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇത് ഞാൻ മടക്കി വന്നതിലുള്ള മിസ്റ്റേക്കാണ് ഈ ഒരു എക്സ്ട്രാ ഭാഗം. അത് ഒന്നിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുക. ഇതിപ്പോൾ ഞാൻ ഗമ്മ് വെച്ചിട്ട് ഒട്ടുന്നില്ല. അപ്പോൾ ഞാനത് കട്ടാക്കി എടുക്കലാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സ്നാക്സിലും ഈ ഒരു ബോക്സിൽ മാത്രമേ എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതിലൊന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. നമുക്ക് കറക്റ്റ് ഇതിൽ തന്നെ കിട്ടി. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള എല്ലാ സമൂസ ഷീറ്റും വെച്ചിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ബോക്സ് ആയിട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇതാ കറക്റ്റ് ബോക്സ് എല്ലാം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മുട്ട കലക്കിയത് അതും വേണം. പിന്നെ അതേപോലെ തന്നെ ബ്രെഡ് ക്രംസും വേണം. അപ്പോൾ ഫസ്റ്റ് ഇതാ മുട്ട കലക്കിയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അത് സാധാരണ നമ്മളെല്ലാ സ്നാക്സിലും ചെയ്യുന്നതല്ലോ. അപ്പോൾ അതേപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുത്താൽ മതി. ഒന്ന് നല്ലോണം മുട്ടയിൽ മുക്കിയെടുക്കുക കേട്ടോ. എന്നാലും അത് കറക്റ്റ് ബ്രെഡ് ക്രംസിലെല്ലാം ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതാ ഈ ഒരു രീതിക്ക് ഞാനിതാ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലിടുമ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ വലിച്ചു പിടിക്കും. അപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഞാനിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ്. ബ്രെഡ് ക്രംസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഞാനിതാ ഓരോന്ന് ഇങ്ങനെ തിരിച്ച് മറിച്ചിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ ബോക്സ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.